എങ്ങനെയാണ് അവിടെയും ഒരു കോമ്പറ്റീഷൻ ഈ ഒരു ചാനലുകൾക്കിടയിലുണ്ടോ? ഇല്ല. ഇപ്പം കനേഡിയൻ ഏക മലയാളം പ്രോഗ്രാം ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനൊരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള നാട്ടിലുള്ള പ്രോഗ്രാംസ് വരുന്നതാണ് ചിലരെങ്കിലും കോമ്പറ്റീഷൻ എന്ന് വിചാരിക്കുന്നത്. അത് തീർച്ചയായും അതൊരു തെറ്റായ ധാരണയാണ്. കാരണം കനേഡിയൻ കേരള ടെലിവിഷൻ മെയിൻ സ്ട്രീം മാധ്യമത്തിലാണ്. മറ്റുള്ള ചാനലുകൾ വന്നാലും അത് മലയാളി ഇതിപ്പം എല്ലാവർക്കും ഒരേ സമയത്ത് കാണാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ഇത് ഈ പ്രോഗ്രാം വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും അവരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ വെബ്സൈറ്റ് പുതിയതായിട്ട് അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. www.cktv.ca എന്നാണ് ഇൻ്റർനെറ്റ് സൈറ്റിൻ്റെ പേര്. ഇതിൽ ഒരു ഇമെയിലും അതുപോലെ തന്നെ ഒരു പാസ്വേഡും ഇട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ ഞങ്ങളുടെ പ്രോഗ്രാം ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് കാണാം. അങ്ങനെ ഒത്തിരി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാനഡയിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പ്രോഗ്രാം കാണണം. എത്ര ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും? അത് എല്ലാ ആഴ്ചയിലും മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ ഇപ്പം മറ്റ് ചാനലുകളുമായിട്ടോ ഇപ്പോൾ സാറ്റലൈറ്റുമായിട്ടോ എന്തെങ്കിലും കണക്ഷനോ അല്ലെങ്കിൽ അവരിലൂടെ ഇത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തും? അത് ഏത് മറ്റുള്ള രാജ്യങ്ങളിലോ അതോ അതല്ല കാനഡയിൽ തന്നെ? അല്ല, കാനഡയിൽ മറ്റുള്ള ചാനലുകൾ ഉണ്ട് ഓൾറെഡി. ഈ സാറ്റലൈറ്റ് വഴി അതായത് ഇപ്പോൾ കാനഡയിൽ ഒൻറ്റാരിയോ പ്രൊവിൻസിലാണ് ഇത് നമ്മൾ ആദ്യമേ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷമാണ് മറ്റുള്ള പ്രൊവിൻസുകളിൽ, അത് ഹാലിഫാക്സ് തുടങ്ങി വാൻകൂവർ വരെ സാറ്റലൈറ്റ് വഴി അവർ റീബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ചില കമ്പനികളുണ്ട്. ബെൽ എക്സ്പ്രസ് വ്യൂ എന്ന് പറയുന്ന സാറ്റലൈറ്റ് കമ്പനികൾ, അവർ ലൈസൻസോടുകൂടി ഈ പ്രോഗ്രാംസുകൾ ടൊറാൻറ്റോ വിട്ടുള്ള, അതായത് ഒൻറ്റാരിയോ പ്രൊവിൻസ് വിട്ടിട്ടുള്ള പ്രൊവിൻസുകളിലൊക്കെ അവരാണ് എത്തിച്ചത്. ഒരു രീതിയേ അല്ല കാനഡയിലെ പ്രവർത്തനങ്ങളും രീതികളും എന്ന് പറയേണ്ടത്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്, ഈ ഒരു മീഡിയ ബേസ്ഡ് പ്രവർത്തനങ്ങൾ? മീഡിയ എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. നമ്മുടെ പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഫ്രീഡം, നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഫ്രീഡത്തിനൊരു ബുദ്ധിമുട്ടില്ല. മറ്റുള്ള ചില രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും അവർ ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. അങ്ങനെ ഇതുവരെയും ഒരു തരത്തിലും ഞങ്ങൾ ഈ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മളെ മനസ്സിൽ തട്ടുന്നത് അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നതുമായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ കടന്നു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഓർക്കുന്നു? ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഞാൻ ദാസേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അസോസിയേഷൻസിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, നമ്മളെ ആവശ്യമുള്ള സ്ഥലത്ത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇടിച്ചു കയറി ചെല്ലരുത്. വളരെ ചെറിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മൾ ഒന്നിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ദാറ്റ് വിൽ കം ടു യു. അപ്പം അങ്ങനെ ചില നല്ല ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ സാധിക്കും. ഈ നേരത്തെ പറയേണ്ടായി ബന്ധങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് കാനഡയിലൊക്കെ ഇവിടുന്ന് ഒരുപാട് മെയിനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ സിനിമ രംഗത്തുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ടും അവിടെ എത്തിപ്പെടുന്നത്. നമുക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഏതൊക്കെ രീതിയിൽ സഹായകമായിട്ടുണ്ട്? ചാനലിലെ പ്രോഗ്രാമുകൾക്കപ്പുറത്തേക്ക് ആ ബന്ധങ്ങൾ നീളുന്നതിന് സഹായിച്ചിട്ടുണ്ടോ? ചാനൽ ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരിട്ട് ഒരാളെ വിളിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവരിൽ നിന്നും ഇവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് തുറന്ന് പറയാനും അവരൊന്ന് മനസ്സ് തുറക്കാനും, അതായത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സിനിമാ രംഗത്തെന്ന് പറയുമ്പോൾ അവർ കാനഡയിൽ വരുമ്പോൾ അവരൊരു ടോട്ടലൊരു ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റിയിലായിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്ന് മനസ്സ് തുറക്കാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ബാലചന്ദ്ര മേനോനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സ് തുറന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അതൊരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം അങ്ങനെയുള്ള മനസ്സ് തുറന്ന് അവർക്ക് സംസാരിക്കാനായിട്ടൊരു അവസരം നമുക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇങ്ങനൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പം നമ്മളിപ്പം സപ്പോർട്ടുകൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ഫാമിലി സഹായിച്ചു അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യത്തിലും എന്ന് പറയണ്ടായി. അതോടൊപ്പം നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട്സിൽ നിന്നൊക്കെയുള്ളൊരു സഹകരണം തന്നെയായിരിക്കും പല നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊരു സ്ട്രെങ്ത് നമുക്ക് തരുന്നത്. ഇങ്ങനൊരു ഐഡിയ മുന്നോട്ട് വെച്ച് പോകാം, അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എനിക്ക് എന്നും ഓർക്കാൻ അല്ലെങ്കിൽ എന്നെ ആ സമയത്ത് മോറലി സഹായിച്ചിട്ടുള്ളത് ഒരു ജോയി എന്ന് പറഞ്ഞ ഒരു
ഒരു ഫാമിലിയിലെ വ്യക്തിയുണ്ട്. അദ്ദേഹം ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത്, ജോയിച്ചേട്ടൻ എന്ന് ഞാൻ വിളിക്കും കാനഡയിൽ, അദ്ദേഹം വളരെയധികം എന്നെ മോറലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓമന ആൻഡ് പുരക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇവരൊക്കെ മോറലി ഒത്തിരി സഹായിച്ചിട്ടുള്ള, മോറലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനൊരു പരിപാടി നല്ലതായിരിക്കും, ഇതില്ലാത്ത സംഗതിയാണ്, അപ്പോൾ ചെയ്യണം, ഇറ്റ്സ് വെരി ഗുഡ് ഐഡിയ. അപ്പം അതൊരു ശരിക്കും നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായകരമായിട്ടുണ്ട് എനിക്ക്. ഈ ഒരു പ്രോഗ്രാമിൽ വരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്വയം കോൺട്രിബ്യൂഷൻ ആണോ, സ്വന്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണോ വരുന്നത്? അതിനും ആരെങ്കിലും സൈഡിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ? അപ്പം നമ്മൾ പ്രോഗ്രാം കഴിയുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർ വിളിക്കാറുണ്ട്, ചുരുങ്ങിയതൊരു 50 കോളെങ്കിലും ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു പൾസ് കിട്ടും, എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൻ്റെ പോക്ക്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തണം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. മലയാള അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ കഥകൾ മലയാള ഭാഷയിൽ പറയുന്നു. അപ്പോൾ അത് കേട്ട് കുട്ടികൾക്ക്, അവിടെ ജനിച്ചു വളർന്ന പിള്ളേർക്ക് ഇൻസ്പയർഡ് ആവുന്നു, അവർ മലയാളം പഠിക്കണം അല്ലെങ്കിൽ മലയാളം പറയണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ പ്രോഗ്രാം കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ കാനഡയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പലപ്പോഴും പറയാറുണ്ട്, സ്വന്തം നാട്ടിൽ വരുമ്പോൾ ഒന്ന് റീഫ്രഷ് ആവുമെന്ന് പറയാറുണ്ട്. അത്തരം നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ അത്തരം ഐഡിയകളുമായിട്ടാണോ തിരിച്ചു പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു റീഫ്രഷ് ആയ ഒരു മനസ്സുമായിട്ടാണോ തിരിച്ചു പോകാൻ പറ്റുന്നത്? അത് ഒരർത്ഥത്തിൽ ശരിയാണ്. ആദ്യത്തെ ഒരു രണ്ടാഴ്ച നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതിനുശേഷം തീർച്ചയായിട്ടും ഈ റീഫ്രഷിങ് മെൻറ്റാലിറ്റി ഉണ്ടാവും. പക്ഷേ ഒരു മീഡിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒത്തിരി പ്രോഗ്രാംസ് ഇവിടെ ചെയ്യണമെന്നുണ്ട്. കാരണം ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് പോകണം എന്നുള്ളൊരു ദുഃഖവും എനിക്കുണ്ട്. പഴയൊരു ജേർണലിസത്തിലെ താല്പര്യം തീർച്ചയായിട്ടും. അപ്പം ഇനിയും എന്തൊക്കെയാണ് പുതിയ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ചെന്ന് കഴിഞ്ഞാൽ ഈ അമേരിക്കൻ എംബസിക്ക് വേണ്ടിയുള്ള ഡോക്യുമെൻ്ററി, അതായത് ട്രാൻസ്പെറൻസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള പ്രോഗ്രാം. അപ്പോൾ 4 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അത് പല മെക്സിക്കോ അങ്ങനെയുള്ള ബോർഡറുകളിലൊക്കെ പോയിട്ട് ചെയ്ത് കുറച്ച് ഷൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാംസാണ്. അതാണ് ഫസ്റ്റ് ഇനീഷ്യൽ പ്രോഗ്രാം. അതിനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ മലയാളത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്, മലയാളത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, മലയാള ഭാഷയെ അവിടെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങി തിരിച്ചത്. മലയാളികൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഭാഷ എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്, അവരതിനോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്? ഭാഷ ആക്ച്വലി അവിടെ ജനിച്ചു വളർന്ന പിള്ളേർക്ക് മലയാള ഭാഷയോട്, അല്ലെങ്കിൽ മലയാള ഭാഷ എന്തിന് പറയണം എന്നുള്ളൊരു ചോദ്യമാണ് അവരുടെ മനസ്സിൽ. എന്തിന്, വൈ ഡു ഐ ഹാവ് ടു സേ മലയാളം? മലയാളത്തിൻ്റെ ആവശ്യമൊന്നും അവരിങ്ങോട്ട് കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കേരളത്തിലേക്ക് വരാനേ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അവരിത് പറയണം അല്ലെങ്കിൽ ഈ ഭാഷ സംസാരിക്കണം? പക്ഷെ അവിടെയാണ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഷ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. മലയാളി അല്ലെങ്കിൽ കേരളൈറ്റ്സ് എന്നുള്ള വ്യക്തികളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് മലയാള ഭാഷ. എല്ലാം ഭാഷയിലാണുള്ള നിലകൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭാഷയിൽ പ്രത്യേകത നമ്മൾ കുട്ടികളായാലും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളായാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഭാഷ പഠിക്കണം, നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം എന്ന്. പക്ഷെ അതിനകത്ത് പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നേരത്തെ ഇമിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നീതി പുലർത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർ മാത്രമേ ഒരല്പം മാറി നിന്നിട്ടുള്ളൂ. പക്ഷെ അത് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ അല്പമെങ്കിലും മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് താങ്കളുടെ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നത്. നമ്മുടെ നാടിനെ നമ്മൾ മലയാളികളാണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ തന്നെയാണ്. താങ്കൾ പറഞ്ഞ പോലെ ആ ഭാഷയെ സ്നേഹിക്കാനും അത് പഠിക്കാനുമൊക്കെ ഒരു പ്രേരക ശക്തിയായി മാറാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം താങ്കളുടെ ഈ ശ്രമങ്ങൾ ഫലവത്താവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. 8 വർഷം കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇനിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എന്തായാലും അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഭാവങ്ങൾ നേരുന്നു. ഇവിടെ എത്തുകയും ഈ വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളായിരിക്കും കുറച്ച് ദിവസം നാട്ടിലുണ്ടാവുക എന്ന് പറയുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്തതിന് നന്ദി. തീർച്ചയായും താങ്ക് യു.